ഓക്കെ, തുടങ്ങാം. ഉൽപ്പത്തി പുസ്തകം 14 അധ്യായം ആണ് ഇന്നത്തെ ചിന്താ വിഷയമായിട്ട് കർത്താവ് എനിക്ക് മനസ്സിലാക്കി തന്നത്. അതൊന്ന് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 13 അധ്യായത്തില് അബ്രഹാമും ലോത്തും 12 അധ്യായത്തില് അബ്രഹാമും ലോത്തും തമ്മില് പിരിയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അബ്രഹാമിന്റെ ദാസന്മാരും ലോത്തിന്റെ ദാസന്മാരും തമ്മിൽ വഴക്കുണ്ടാക്കിയിട്ട് അബ്രഹാം ലോത്തിന് വേണ്ടി സ്ഥലം എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ലോത്തിന് വേണ്ടി ലോത്ത് എടുത്തത് ഏറ്റവും വേൾഡ്ലി ആയിട്ടുള്ള ഭൗമികമായിട്ടുള്ള നന്മകൾ നോക്കി ലോത്ത് സോദോം ഗോമോറ തിരഞ്ഞെടുത്തു. പക്ഷെ അത് ഏറ്റവും ദുഷ്ടത നിറഞ്ഞൊരു സ്ഥലവും ലോത്തിന്റെ ആത്മീയമായിട്ടുള്ള അധപതനത്തിന് കാര്യമായി തീരുകയും ചെയ്തു. അബ്രഹാം എടുത്തതോ ലോത്ത് എടുത്തതിന്റെ ബാക്കിയുള്ള സ്ഥലം. നമുക്കറിയാം, അത് വലിയൊരു ലെസനാണ്. നമുക്ക് എങ്ങനെ കർത്താവ് ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്ക് പ്രിഫറൻസ് കൊടുക്കാനായിട്ടാണ്. മറ്റുള്ളവർക്ക് ഏതാ ബെസ്റ്റ് എന്ന് വേണ്ടിയത് എടുത്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് മതി. പക്ഷെ അതുകൊണ്ട് അബ്രഹാമിന് ഒരു കുറവും വന്നില്ല. നമുക്ക് ആ ഭാഗം വായിക്കുന്നത് 13 അധ്യായത്തിന്റെ 14 വാക്യത്തില്. അതല്ല എന്റെ ചിന്താ വിഷയം. എന്നാൽ പോലും അതൊന്ന് ആദ്യം വായിച്ചിട്ട് 14 അധ്യായത്തിലോട്ട് പോകാൻ ചിന്തിക്കുന്നു. ഉൽപ്പത്തി 13:14 വായിക്കുമ്പോൾ, ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, തല പൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്ക് നിന്റെ സന്തതിക്കും ശാശ്വതമായും തരും. എത്ര വലിയ പ്രോമിസാ! ഒരു സന്തതി പോലും ഇല്ലാത്തപ്പോഴാണ് ഈ പ്രോമിസ്. അതായത് ജസ്റ്റ് നോക്കിയാ മതി, അത് നിനക്ക് തരും. അത് എപ്പോഴാ സംഭവിച്ചത്? ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം. 14 അധ്യായത്തിലോട്ട് വരാം. 14 അധ്യായത്തില് ഇവിടെ ഞാൻ ചെറുപ്പം മുതലേ നമ്മൾ എപ്പോഴും ഈ ബൈബിൾ വായിക്കുന്ന സമയത്ത് എപ്പോഴും വായിച്ചിട്ടുള്ള ഒരു അധ്യായമാണ് 14 അധ്യായം. ഈ 14 അധ്യായത്തിൽ ഞാൻ എപ്പോഴും ചിന്തിക്കും, എന്തോ അതിനകത്ത് വലുതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. കാരണം കുറെ രാജാക്കന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്നതും മൽക്കിസേദെക്ക് വരുന്നതും ഒക്കെയാണ്. പക്ഷെ ഈ കഴിഞ്ഞ ഒരു ദിവസം ഈ വചനം ധ്യാനിക്കാനായിട്ട് ഇടയായി. ഈ ഭാഗം ധ്യാനിച്ച സമയത്ത് കർത്താവ് ഒത്തിരി കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചു. അത് മാത്രം ഞാനിന്ന് പങ്കിടാമെന്ന് ആലോചിക്കുക. 14:14, നേരത്തെ വായിച്ചത് 13:14. 14:14 വായിക്കുമ്പോൾ, തന്റെ സഹോദരനെ ബദ്ധനാക്കി കൊണ്ടുപോയി എന്ന് അബ്രഹാം കേട്ടപ്പോൾ, ഞാനത് ആലോചിച്ചപ്പോൾ ചിന്തിക്കുമായിരുന്നു. അബ്രഹാമിനെ വിട്ടുപോയ ഒരു സഹോദരൻ എങ്ങോട്ടാ പോയത്? ഭൗമികമായ നന്മയ്ക്ക് വേണ്ടി പോയി, ദുഷ്ടന്മാരുടെ അടുത്തോട്ട് പോയി. അബ്രഹാമിന് വേണേ ചിന്തിക്കായിരുന്നു, അവൻ പോയതല്ലേ, അവൻ പോട്ടെ, ഇനി ഞാൻ നോക്കുന്നില്ല. അബ്രഹാമിന്റെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ അല്ലായിരുന്നു. കർത്താവ് ചിന്തിക്കുന്ന പോലെ മാത്രമേ അബ്രഹാമിന് ചിന്തിക്കാൻ പറ്റുള്ളൂ. കാരണം അത്രയും കർത്താവിനെ അറിഞ്ഞിരുന്നു അബ്രഹാം എന്തുവാ ചിന്തിച്ചത്? അയ്യോ, എന്റെ റിലേറ്റീവ് ആപത്തിലാണ്, ഞാൻ പോയി സഹായിക്കണം. ഞാൻ ചിന്തിക്കുമായിരുന്നു, എന്നോട് ചോദിക്കുമായിരുന്നു, എന്റെ കുടുംബം എന്ന് ഞാൻ പറയുമ്പോഴ് ഭൗമികമായിട്ടുള്ള കുടുംബം മാത്രമല്ല, ആത്മീയമായിട്ടുള്ള കുടുംബത്തില്, അതായത് ചേർച്ച് ഫാമിലിയില്, എനിക്ക് കർത്താവിനെ അറിയുന്ന ആൾക്കാരുടെ മധ്യേ ഞാൻ നിൽക്കുമ്പോൾ അവരിൽ ആരെങ്കിലും ദൈവ വഴി വിട്ട് അല്ലെങ്കിൽ ദൈവത്തെ വേണ്ട എന്ന് പറഞ്ഞ് തിരിഞ്ഞു പോയാൽ എന്റെ ആറ്റിറ്റ്യൂഡ് എന്തുമായിരിക്കും? അവർക്കൊരു ആപത്ത് വന്നപ്പോഴോ അവര് പോയോണ്ട് അങ്ങനെ സംഭവിച്ചു, അവർക്കത് അങ്ങനെ അവർ പഠിക്കുള്ളൂ എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഇരിക്കുമായിരുന്നോ എന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു. അബ്രഹാം ഇവിടെ ചെയ്തത് എന്തുവാ? അബ്രഹാം അത് കേട്ട ഉടനെ തന്റെ സഹോദരനെ ബദ്ധനാക്കി കൊണ്ടുപോയി. നമ്മളിപ്പോ ഇങ്ങനത്തെ വലിയ യുദ്ധങ്ങളൊന്നും നമ്മളിപ്പോ കാണുന്നില്ല. പക്ഷെ നമുക്കറിയാം, നമ്മുടെ സഹോദരങ്ങളെ സാത്താൻ ബദ്ധരാക്കി കൊണ്ടുപോകാറുണ്ട് തന്റെ വഴിയിലോട്ട്. ആ സമയം കേട്ടപ്പോൾ അബ്രഹാം എന്തുവാ ചെയ്തത്? തന്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായ 318 പേരെ കൂട്ടിക്കൊണ്ട് ദാൻ വരെ പിന്തുടർന്നു. ഞാൻ ചിന്തിക്കുമായിരുന്നു, വലിയ രാജാക്കന്മാരോട് 4-5 രാജാക്കന്മാർ അങ്ങോട്ട് യുദ്ധം ചെയ്യുന്നിടത്താണ് ഈ അബ്രഹാം പോകുന്നത്. അബ്രഹാം എന്തുവാ, ഒരു ആട്ടിടയന ഒരു രീതിയിൽ പറഞ്ഞാല്, ആട്ടിടയനല്ലേ, കൃഷിക്കാരൻ എന്നൊക്കെ നമുക്ക് വേണേ പറയാം. യുദ്ധത്തിന് അഭ്യസിക്കുന്ന ഒരു മനുഷ്യനല്ല, പക്ഷെ താൻ ഓൾവേസ് റെഡി ആയിരുന്നു എന്ന് എന്റെ മനസ്സിൽ വന്ന ചിന്ത. തന്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായ ട്രെയിൻഡ് മെൻ എന്ന ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എത്ര ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ കൂടെ കർത്താവിനെ അറിഞ്ഞവരെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരെ ട്രെയിൻ ചെയ്യേണ്ട ആവശ്യം. അബ്രഹാമിനെ പറ്റി നമ്മള് മക്കളില്ലായിരുന്നു, അത് കഴിഞ്ഞ് ഒത്തിരി
കർത്താവിന് വേണ്ടി കാത്തിരുന്നു, ഒരു കുഞ്ഞുണ്ടായി. പക്ഷെ ഈ സമയത്തൊന്നും അബ്രഹാം ചുമ്മാതെ ഇരിക്കുമല്ലായിരുന്നു. അബ്രഹാമിന് ഉണ്ടായിരുന്ന സമയം മക്കളില്ലാഞ്ഞിട്ട് പോലും താൻ 318 പേരെ ട്രെയിൻ ചെയ്ത് വെച്ചിരുന്നു ഞാൻ വായിക്കുമായിരുന്നു. എന്നിട്ട് എങ്ങനെയാണ് അബ്രഹാം അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്? നമ്മളും അതേ രീതിയിൽ തന്നെ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സാത്താന്റെ കെണിയിലേക്ക് കൊണ്ടുപോയവരെ തിരിച്ച് വീണ്ടെടുക്കാനായിട്ട് എങ്ങനെ ചെയ്യണമെന്ന് ഇതിൽ നിന്ന് ഞാൻ പഠിച്ചു. ഒന്ന്, അവര് പോയതുകൊണ്ട് നമ്മുടെ മനോഭാവം മാറുന്നില്ല അവരുമായിട്ട്. അതായത് കർത്താവിന്റെ മനോഭാവം തന്നെ ആയിരിക്കണം നമുക്ക്. അവരങ്ങനെ പോട്ടെ എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. രണ്ടാമത്, ഓൾവേസ് റെഡി ആയിരുന്നു അബ്രഹാം. നമ്മളും അതേ രീതിയിൽ നമ്മുടെ കൂടെ ഉള്ളവരെ ദൈവ ഭയത്തിലും ദൈവ വചനത്തിലും, വെറുതെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള പ്രോസ്പെരിറ്റി ഒന്നും അല്ല, കർത്താവിന്റെ വഴിയിൽ നിൽക്കാനായിട്ട് നമ്മുടെ മക്കളെയും ആത്മീയമായും ഭൗമികമായിട്ടും ദൈവം തന്ന മക്കളെയും ട്രെയിൻ ചെയ്യാൻ എത്ര ഇമ്പോർട്ടന്റ് ആയിരുന്നു. അവർ റെഡി ആയിരുന്നു യുദ്ധത്തിന് പോകാനായിട്ട്. അവർക്ക് വലിയ കഴിവൊന്നുമില്ല. അവര് രാജാക്കന്മാരുടെ അടിയിൽ ട്രെയിൻ ചെയ്ത സോൾജേഴ്സ് അല്ല. ഒരു ആട്ടിടയനായ അബ്രഹാമിന്റെ അടിയിൽ അബ്രഹാം ട്രെയിൻ ചെയ്ത. അടുത്ത കാര്യം അവരുടെ കാര്യം വായിക്കുന്നത്, അതിനു മുമ്പ് ഒരു വാക്യമുണ്ട്. പതിമൂന്നാമത്തെ വാക്യത്തിന്റെ അവസാനത്തില് അവൻ എഷ്കേലിന്റെയും അനേരിന്റെയും സഹോദരനായ അമോര്യനായ മമ്രയുടെ തോപ്പിൽ പാർത്തിരുന്നു. അവർ അബ്രഹാമിനോട് സഖ്യത ചെയ്തവരായിരുന്നു. ഈ കുറച്ച് 3-4 പേര് അബ്രഹാമിനോട് സഖ്യത ചെയ്ത് കർത്താവിന്റെ ഫ്രണ്ട്സ് ആയിരുന്നു എഴുതിയിരിക്കുന്നത്. അവർ ആക്ച്വലി കർത്താവിനെ അറിഞ്ഞവരൊന്നും അല്ല. പക്ഷെ അവരും ആ കൂടെ ഉള്ളവരും ഈ യുദ്ധത്തിൽ അബ്രഹാമിന്റെ കൂടെ ചേർന്നു. അത് നമുക്ക് മനസ്സിലാവുന്നത് 24-ാം വാക്യത്തിലാണ്. കാരണം അബ്രഹാം പറയുന്നുണ്ട്, ആനേർ, എഷ്കോൽ, മമ്രെ എന്നീ പുരുഷന്മാരുടെ ഓഹരിയും മാത്രമേ വേണ്ടൂ. അതിന്റെ അർത്ഥം അവരും പോയി. അപ്പം അബ്രഹാം എങ്ങനെ ഒരു നല്ല റിലേഷൻഷിപ്പ് തന്റെ സ്വന്തം ചുറ്റുമുള്ളവരുടെ കൂടെ മെയിൻറ്റെയിൻ ചെയ്തു എന്ന് ഞാൻ വായിക്കുന്നു. കാരണം അബ്രഹാം ഒരു കാര്യത്തിന് പോയപ്പോൾ വീട്ടിലുള്ള ട്രെയിൻ ചെയ്തവർ മാത്രമല്ല, ചുറ്റുപാടുമുള്ള ഫ്രണ്ട്സും കൂടെ, അലൈസ് എന്ന് എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷില്, അബ്രഹാമിന്റെ കൂടെ ഇതിന് ചേർന്നു. അപ്പൊ എത്ര ഇമ്പോർട്ടന്റ് ആണ് നമ്മള് ഒരു സ്ഥലത്ത് ആയിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ളവരുമായിട്ട് വളരെ നല്ല ഒരു സഖ്യത എന്നാ വാക്ക് അവിടെ ഉപയോഗിച്ച് സഖ്യതയിൽ പോകണ്ട. കാരണം അവരെയും നമുക്ക് ആ രീതിയിൽ നമ്മൾ ഒരുമിച്ച് പോകുമ്പോൾ ഒരുമനപ്പെട്ട് നമുക്കൊരു കാര്യത്തിൽ ഏർപ്പെടാൻ സാധിക്കും. അതൊരു വലിയൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. നമ്മള് വിശ്വസിക്കുന്ന ആൾക്കാരും മാത്രമല്ല നമ്മളുടെ സഖ്യതയിൽ ഉണ്ടാവേണ്ടത്. എല്ലാ രീതിയിലും ചുറ്റുപാടുമുള്ളവരെ നമ്മുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് നമ്മുടെ ഫ്രണ്ട്സ് ആക്കി നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നുള്ളത്. അത് കഴിഞ്ഞ് എഴുതിയിരിക്കുന്നത് 15-ാം വാക്യം, കൂട്ടിക്കൊണ്ട് ദാൻ വരെ പിന്തുടർന്നു. രാത്രിയിൽ അവനും അവന്റെ ദാസന്മാരും അവരുടെ നേരെ ഭാഗമായി പിരിഞ്ഞു എന്ന് അവരെ തോൽപ്പിച്ചു. എങ്ങനെയാ അബ്രഹാമിന്റെ സ്ട്രാറ്റജി എന്ന് ഞാൻ ചിന്തിക്കുക. രാത്രിയിലാ പോയത്, അതുപോലെ ഭാഗമായിട്ട് പോയി. ഇത്രയും വലിയൊരു സൈന്യത്തെ അബ്രഹാമിന് തോൽപ്പിക്കാൻ പറ്റി. അപ്പൊ അതിന് ഒരു വാറിന് കുറച്ച് സ്ട്രാറ്റജീസ് ഉണ്ട്. ആ കറക്റ്റ് സ്ട്രാറ്റജി ഉപയോഗിക്കുമ്പോഴേ ആ വാർ ജയിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പം നമുക്കെതിരെ സാത്താൻ ഓരോരോ കാര്യങ്ങൾ, അതായത് ദൈവഭാഗത്ത് നിന്ന് ആൾക്കാരെ പിടിച്ചു മാറ്റി നിരാശയിലും പ്രയാസത്തിലും കൊണ്ടുപോകുമ്പോൾ നമ്മൾ രാത്രിയില്, അതായത് അവർ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അബ്രഹാം ചെയ്ത പോലെ നമുക്കും ആ രീതിയിൽ രാത്രിയിലൊക്കെ നമുക്ക് എഴുന്നേറ്റ് ജാഗരിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും, അതുപോലെ തന്നെ ഭാഗമായിട്ട്, അതായത് നമുക്ക് സ്റ്റഡി ആയിട്ട് ആ എനിമീനെ, ശത്രുവിനെ തോൽപ്പിക്കാനായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും ഇന്റൻഷനൽ ആയിട്ട് എന്നുള്ള അബ്രഹാമിന്റെ ഒരു കാര്യം ഞാൻ പഠിക്കുമായിരുന്നു. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, അബ്രഹാമിന്റെ സഹോദരൻ അബ്രഹാമിൽ നിന്ന് മാറി ദൈവത്തിൽ നിന്ന് മാറിപ്പോയ ഒരു സഹോദരൻ ഒരു പ്രയാസത്തിൽ അകപ്പെട്ടപ്പോൾ അബ്രഹാം വേറെ ഒന്നും ആലോചിച്ചില്ല. അബ്രഹാം അവനെ രക്ഷിക്കാനായിട്ട് പോയി. ആ വലിയ സൈന്യത്തോട് എതിർക്കാനായിട്ട് അവന് പേടിയില്ലായിരുന്നു. കാരണം അവൻ റെഡി ആയിരുന്നു. നമ്മൾ ആ രീതിയിൽ എത്ര റെഡി ആയിരിക്കണം. നമ്മുടെ വീട്ടിലുള്ളവരും നമ്മുടെ ചേർച്ചിലുള്ളവരും ഒക്കെ ഉള്ള മക്കളെ എങ്ങനെ ക്രിസ്തുവിൽ റെഡി ആക്കണം എന്നുള്ള കാര്യമാണ് ഞാൻ ഇതിൽ നിന്ന് പഠിച്ചത്. താഴോട്ട് വരുമ്പോൾ അത് കഴിഞ്ഞ് ജയിച്ചു നമ്മൾ തോൽപ്പിച്ചു നമ്മൾ വായിച്ചു. തോൽപ്പിച്ചു കഴിഞ്ഞിട്ട് 16-ാം വാക്യം, അവൻ സമ്പത്തൊക്കെയും മടക്കിക്കൊണ്ട് വന്നു, തന്റെ സഹോദരനായ ലോത്തിനെയും അവന്റെ സമ്പത്തിനെയും സ്ത്രീകളെയും ജനത്തെയും കൂടി മടക്കിക്കൊണ്ട് വന്നു. ഒരെണ്ണം ശേഷിക്കാതെ എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരാനായിട്ട്
അബ്രഹാമിനിടയായി. ഞാൻ ഓർക്കുമായിരുന്നു, ഞങ്ങള് ഒരു കുടുംബത്തിന്റെ കാര്യം ഞാൻ ഇങ്ങനെ മനസ്സിൽ ഓർക്കുമായിരുന്നു. എനിക്കറിയുന്ന ഒരു കുടുംബം കർത്താവിൽ നിന്ന് മാറി അവരുടെ വഴിയിൽ നിൽക്കുമ്പോൾ ഈ അബ്രഹാമിന്റെ ഈ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഉണ്ടോ എന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു. കർത്താവ് കർത്താവിൽ നിന്ന് കൃപ പ്രാപിച്ച് അവരെ മടക്കിക്കൊണ്ട് വരേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത് കർത്താവ് എന്നെ ഓർപ്പിക്കുമായിരുന്നു. അത് കഴിഞ്ഞ അടുത്ത കാര്യം അബ്രഹാമിനെ പറ്റി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ദൈവത്തെ പറ്റിയും ലോത്തിനെ പറ്റിയും പറയാനും കൂടെ ഞാൻ ആഗ്രഹിക്കുക. അബ്രഹാമിന്റെ അടുത്ത കാര്യം എന്തോ, അബ്രഹാമിന്റെ കാര്യം പറയുന്നതിന് മുമ്പേ 18-ാം വാക്യം അല്ല 17-ാം വാക്യം, അവർ ലായോമെരിനെയും കൂടെയുള്ള രാജാക്കന്മാരെയും തോൽപ്പിച്ചിട്ട് മടങ്ങി വന്നപ്പോൾ സോദോം രാജാവ് രാജ്യത്തെ താഴ്വര വരെ ശാവേ താഴ്വര വരെ അവനെ എതിരേറ്റ് ചെന്നു. അപ്പൊ സോദോം രാജാവ് നന്ദി പറയാനായിട്ട് വരുക അബ്രഹാമിനോട്. അപ്പം അത് കഴിഞ്ഞ് അടുത്തതാരാ വന്നത്? ശാലേം രാജാവ് മൽക്കീസേദെക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. 2 രാജാക്കന്മാരെ അബ്രഹാമിനെ എതിർപ്പെട്ട് വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഞാൻ അപ്പൊ ചിന്തിക്കുമായിരുന്നു, അത് കഴിഞ്ഞ് അബ്രഹാമുമായിട്ടൊരു ഡിസ്കോഴ്സ് ഉണ്ട്. ഞാൻ അന്നേരം ചിന്തിക്കുമായിരുന്നു, ദൈവം ഈ സോദോം രാജാവിന് അബ്രഹാമിന്റെ ലൈഫ് കണ്ടിട്ട് മാനസാന്തരപ്പെടാനായിട്ട് ഒരു അവസരം കൊടുക്കുമായിരുന്നു. സോദോമിനെ പറ്റി നമുക്കറിയാം. അവസാനം ആ ഫുൾ സോദോം ഗോമോറ നശിക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് അവരുടെ ദുഷ്ടത നിമിത്തം പോകാൻ ഇടയായി. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു അബ്രഹാമുമായിട്ട്, ഒരു ദൈവമകനുമായിട്ട് സോദോം രാജാവ് മാനസാന്തരപ്പെടാനായിട്ട് ഒരു അവസരം കൊടുത്തു. ദൈവം ഇത് മാത്രമല്ല കൊടുത്തത്, പിന്നെ 18-ാം അധ്യായത്തിലോട്ട് പോകുന്നുണ്ടേ ദൈവം 2 ദൂതന്മാർ അവിടെ ചെല്ലുന്നതുമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പം ദൈവം, ഞാൻ ഓർക്കുമായിരുന്നു, മാനസാന്തരപ്പെടാനായിട്ട് അവസാനം വരെയും ഓരോ സാഹചര്യങ്ങൾ ആക്ച്വലി ചിന്തിച്ചാൽ ഈ യുദ്ധം വന്നില്ലായിരുന്നെങ്കിൽ അബ്രഹാം അങ്ങോട്ട് പോകത്തേ ഇല്ലായിരുന്നു. അബ്രഹാമും സോദോം രാജാവുമായിട്ട് ഒരു എൻകൗണ്ടർ ഉണ്ടാവത്തേ ഇല്ലായിരുന്നു. പക്ഷെ ദൈവം ആ യുദ്ധം മുഖാന്തരം അങ്ങനെ ഒരു എൻകൗണ്ടർ കൊടുത്തു. പക്ഷെ എന്നാലും സോദോം രാജാവ് ആ കാര്യത്തിന് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നെങ്കിലും പിന്നെ തിരിച്ചു വന്നില്ല എന്ന് നമുക്കറിയാം. അപ്പൊ ദൈവത്തിന്റെ ആ സ്നേഹം എങ്ങനെ ദൈവം പിന്നെയും പിന്നെയും സ്നേഹിക്കുക. പക്ഷെ ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരാനുള്ള തീരുമാനം നമ്മുടെയാ. നമ്മളാണ്, അല്ലെങ്കിൽ മനുഷ്യരാണ് ദൈവത്തിലോട് തിരിച്ചു പോകാൻ തീരുമാനം എടുക്കേണ്ടത്. തീരുമാനം ദൈവം ഇമ്പോസ് ചെയ്യത്തില്ല എന്ന് ചിന്തിക്കുമായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ സ്നേഹം എത്രയാ മനുഷ്യരോടെന്ന്, മാനസാന്തരപ്പെടാനായിട്ട് എത്ര അവസരങ്ങളാ തരുന്നതെന്ന് ഞാൻ ചിന്തിച്ചു. ലോത്തിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാല് ലോത്തിനും ദൈവം ഒരു അവസരം കൊടുത്തു. ഇത്രയും വലിയൊരു കാര്യം സംഭവിച്ചിട്ടും ലോത്ത് പിന്നെയും സോദോമിൽ തന്നെ തുടർന്നു. അത് വലിയൊരു വാർണിംഗ്. അതായത് ദൈവം ലോത്തിനെ ഇത്രയും ഒരു വലിയ യുദ്ധത്തിൽ കൂടെ കൊണ്ടുപോയി പിടിക്കപ്പെട്ടു, സ്ത്രീകളെയും സമ്പത്തും എല്ലാം പിടിക്കപ്പെട്ടു. എന്നിട്ടും അബ്രഹാമിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് ലോകത്തിന് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. ലോകത്തിന് അങ്ങനെ എല്ലാം നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് പിന്നുള്ള അധ്യായങ്ങൾ വായിക്കാൻ കഴിയും. അവസാനമായിട്ട് അബ്രഹാമിന്റെ 2ാമത്തെ ഒരു ആറ്റിറ്റ്യൂഡ്, പിന്നെയും ദൈവത്തിന്റെ ഒരു കാര്യം കൂടെ പറയാം. അബ്രഹാമിന് ഇപ്പൊ ഇവരെല്ലാം എതിരേറ്റ് വന്നു. 19-ാം വാക്യം, അവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. 13-ാം വാക്യത്തിന്റെ 14-ാം വാക്യത്തില് 13-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു എങ്ങനെ ദൈവം അനുഗ്രഹിച്ചു ലോകത്തിനെ. ദൈവത്തിന് വേണ്ടി അബ്രഹാം നിന്ന് നല്ല സ്ഥലം ലോകത്തിന് വേണ്ടി ഇത് എടുത്തോന്ന് പറഞ്ഞ് നിന്നപ്പോൾ ദൈവം അനുഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെയും അബ്രഹാം ഇങ്ങനെ ഒരു കാര്യം, അതായത് ദുഷ്ടരായിട്ടുള്ള ആൾക്കാരുടെ പുറകെ പോയി ദുഷ്ടതയിൽ പോയ അതിലോട്ട് ചാഞ്ഞു നിന്ന ലോകത്തിനെ വിടുവിച്ചിട്ട് വന്നപ്പോഴും പിന്നെയും ഇവിടെ ദൈവം അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നതായിട്ട് കാണുക. അത് കഴിഞ്ഞിട്ട് ഈ സോദോം, ഞാൻ നോക്കുമായിരുന്നു, സോദോം രാജാവ് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുക. കാരണം ഇവർ രണ്ടുപേരും കൂടെ അന്നല്ലോ ഇങ്ങോട്ട് വന്നത്. അത് പക്ഷെ സോദോം രാജാവിനോട് അബ്രഹാം എന്തോ പറയുന്നതെന്ന് നമുക്ക് വായിക്കാം. 21-ാം വാക്യം, സോദോം രാജാവ് അബ്രഹാമിനോട്, ആളുകളെ എനിക്ക് തരിക, സമ്പത്ത് നീ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് അബ്രഹാം സോദോം രാജാവിനോട് പറഞ്ഞത്, ഞാൻ അബ്രഹാമിനെ സമ്പന്നനാക്കിയെന്ന് നീ പറയാതിരിപ്പാൻ ഞാനൊരു ചരടാകട്ടെ ചെരുപ്പുവാറാകട്ടെ നിനക്കുള്ളതിൽ യാതൊന്നും ആകട്ടെ എടുക്കുകയില്ല എന്ന് ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നത ദൈവമായ യഹോവയിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. ബാല്യക്കാർ ഭക്ഷിച്ചതും എന്നോടുകൂടെ വന്ന അനേർ, എഷ്കോൽ, മമ്രെ എന്നീ പുരുഷന്മാരുടെ ഓഹരിയും മാത്രമേ വേണ്ടൂ. ഇവർ തങ്ങളുടെ ഓഹരി എടുത്തുകൊള്ളട്ടെ. എത്ര വലിയ ആറ്റിറ്റ്യൂഡാണ്. നമ്മളന്ന് സാധാരണ എന്തോ ചിന്തിക്കുന്നത്, ഓക്കെ ഞാൻ ഇന്ന ആൾക്ക് വേണ്ടി ഇത്രയും കാര്യം ചെയ്തു, അപ്പൊ അവരെന്താ എനിക്ക് വേണ്ടി തിരിച്ചു ചെയ്യുന്നതെന്നാ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ അബ്രഹാമിന്റെ ഒരു ലൈഫ്, അബ്രഹാമിന് അങ്ങനത്തെ ഒരു സമ്പത്ത് വേണ്ട. ദൈവം അബ്രഹാമിന് കൊടുക്കുന്നത് മാത്രം ദൈവത്തിന് മതി. മാത്രമല്ല ഒരു കാരണവശാലും മറ്റുള്ളവർ തന്നെ എന്നെ സമ്പന്നരാക്കിയെന്ന് എനിക്ക് കേൾക്കണ്ട.
ഞാനിപ്പോഴും ഓർക്കുമായിരുന്നു, ഞാനൊരു വലിയ അസുഖത്തിൽ കൂടി കടന്നു പോയപ്പോൾ, ആ പ്രത്യേക അസുഖത്തിൽ കൂടി കടന്നു പോയപ്പോഴാ ഞാനിങ്ങനെ ചിന്തിച്ചു, കർത്താവ് എന്നെ സൗഖ്യമാക്കിയാൽ മതി. ഏത് രീതിയിലായാലും കർത്താവിന് മഹത്വം വരണം, മറ്റേതിന് മഹത്വം, മരുന്നിന് മഹത്വം വരണ്ട. കർത്താവ് ആ രീതിയിൽ എന്നെ ആക്കി തീർക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നതാ, നമ്മുടെ എല്ലാ കാര്യത്തിലും കർത്താവ് എനിക്ക് തന്നു എന്നുള്ളത്. കർത്താവാണ് തരുന്നത്, സാഹചര്യങ്ങളിൽ കൂടി ആണെങ്കിൽ പോലും. പക്ഷെ അബ്രഹാമിന്റെ ആറ്റിറ്റ്യൂഡ്, സോദോം രാജാവ് തന്ന അപ്രീസിയേഷനും കാര്യങ്ങളൊന്നും അവന് വിലയില്ല. കാരണം അബ്രഹാമിന് അറിയാം, ദൈവമാണ് തനിക്ക് ഇതെല്ലാം കൊടുത്തത്. ദൈവമാണ് അബ്രഹാമിന് ഹൃദയം കൊടുത്തത്. ദൈവമാണ് 318 പേരെ ട്രെയിൻ ചെയ്യാൻ സഹായിച്ചത്. ദൈവമാണ് അടുത്ത് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നവരും കൂടെ ജോയിൻ ചെയ്യാൻ മനസ്സ് കൊടുത്തത്. അത് കഴിഞ്ഞ് ദൈവമാണ് അവർക്ക് ആ സ്ട്രാറ്റജി കൊടുത്തത്, രാത്രിയിൽ പോകാനും ഭാഗമായി ചെയ്യുവാനും അവസാനം തോൽപ്പിക്കുവാനും എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരാനും. അതുകൊണ്ട് എല്ലാ മഹത്വവും ദൈവത്തിനും. ദൈവം തരുന്ന സമ്പത്ത് മതി എന്നുള്ള അബ്രഹാമിന്റെ ആറ്റിറ്റ്യൂഡ്. ഞാൻ ഇത് കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു ദിവസം അവധി കിട്ടിയപ്പോൾ ഒത്തിരി സമയം എനിക്ക് വചനം വായിക്കാനായിട്ട്, ദൈവസഭയിൽ ഇരിക്കാനായിട്ട് വന്നപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, ഈ ചാപ്റ്റർ എത്ര പ്രാവശ്യം വായിച്ചിട്ടുണ്ട്, പക്ഷെ ദൈവം എത്രമാത്രം ആ ദൈവസന്ധിയിൽ ഇരിക്കുമ്പോൾ ദൈവം സംസാരിക്കുന്നത് ചിന്തിച്ചു. ദൈവത്തിനെ പറ്റി നമ്മൾ പഠിച്ചു. ദൈവം എങ്ങനെയാണ്, ദൈവം നോക്കിയിരിക്കുമോ നമ്മളെ അനുഗ്രഹിക്കാനായിട്ട്. നമ്മുടെ തീരുമാനങ്ങൾ ദൈവത്തിന് വേണ്ടി എടുക്കുമ്പോൾ ദൈവം പിന്നെയും നമ്മളെ അനുഗ്രഹിക്കും. ആക്ച്വലി ഒറ്റ സെന്റൻസ് ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ചോട്ടെ. ഈ 14 ചാപ്റ്ററിന്റെ 19th വേഴ്സിൽ എന്നെ ഏറ്റവും ചിന്തിപ്പിച്ച അതാ. 19ാം വാക്യം ഇംഗ്ലീഷിൽ ഇങ്ങനെയാ, ആൻഡ് ഹി ബ്ലെസ്ഡ് ഹിം ആൻഡ് സെഡ്, ബ്ലെസ്ഡ് ബി ഏബ്രഹാം ഓഫ് ഗോഡ് മോസ്റ്റ് ഹൈ. അതെങ്ങനെയാ അതിനെ മനസ്സിലാക്കി എടുക്കേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും സിമ്പിൾ ആയിട്ട് എനിക്ക് ചിന്തിച്ചത്, ഏബ്രഹാം ഓഫ് ഗോഡ് മോസ്റ്റ് ഹൈ, പൊസസർ ഓഫ് ഹെവൻ ആൻഡ് എർത്ത്. അതായത് ഏബ്രഹാം ദൈവത്തിന്റെ പ്രോപ്പർട്ടിയാ. അങ്ങനെ ഏബ്രഹാം ബ്ലെസ്ഡ് ആയിട്ടിരിക്കട്ടെ എന്ന്. എന്നിട്ട് അതേ വാക്യം തന്നെയാണ് 22ാം വാക്യത്തിൽ ഏബ്രഹാം പറയുന്നത്, ഐ ഹാവ് സോൺ ടു ദ ലോർഡ് ഗോഡ് മോസ്റ്റ് ഹൈ, പൊസസർ ഓഫ് ഹെവൻ ആൻഡ് എർത്ത്. പൊസസർ, അതായത് ഹെവനും എർത്തും പൊസസ് ചെയ്യുന്ന ദൈവത്തിന്റെ മകനായ ഏബ്രഹാം അത് തന്നെ. അത് മൽക്കീസേദെക്ക് പറഞ്ഞപ്പോൾ തന്റെ വായിൽ നിന്നും അങ്ങനെ തന്നെ പിന്നെ വരാനായി, ഐ ഹാവ് സോൺ ടു ദ ലോർഡ് മോസ്റ്റ് ഹൈ, പൊസസർ ഓഫ് ഹെവൻ ആൻഡ് എർത്ത്. അപ്പൊ നമ്മൾ ദൈവവചനത്തിൽ നിന്ന് പഠിക്കുന്ന ഈ കാര്യങ്ങൾ, ഈ വാക്യശകലങ്ങള് നമ്മളുടെ ആയിട്ട് നമുക്ക് ഏറ്റു പറയാം. ദൈവം നമ്മളെ അഡ്രസ് ചെയ്യുന്ന, കർത്താവേ, ഞാൻ അങ്ങയുടെ ഹെവനകത്ത് ഉണ്ടാക്കിയ ദൈവത്തിന്റെ മകനാണല്ലോ. ഇങ്ങനെ ദൈവത്തിന്റെ വാക്ക് പറഞ്ഞ് നമുക്ക് ദൈവത്തെ വിളിക്കാം. ദൈവം നമ്മളെ പഠിപ്പിച്ച പ്രകാരം നമുക്ക് ജീവിക്കാം. ലോത്തിനും സോതോമിന്റെ രാജാവിനും വാർണിംഗ് കൊടുത്തിട്ടും ദൈവത്തിന്റെ കരുണ ലഭിച്ചിട്ടും അവർക്ക് തിരിച്ചു വരാൻ പറ്റിയില്ല. ഒരിക്കലും അവരെ നമ്മൾ കുറ്റം പറഞ്ഞു, നമ്മൾ അങ്ങനെയെല്ലാം ചിന്തിക്കരുത്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇങ്ങനെ വരാറുണ്ട്. ദൈവം നമ്മളോട് പിന്നെയും നമ്മളെ എത്ര ആപത്തിൽ നിന്നാണ് വിടുവിക്കുന്നത്, എത്ര കാര്യങ്ങളാണ് നമുക്ക് ചെയ്തു തരുന്നത്. പിന്നെയും നമ്മൾ വളരെ ഒരു ശീതോഷ്ണവാനായിട്ട്, ലൂക്വാമായിട്ട് ജീവിക്കുക. ദൈവത്തിന് വേണ്ടി തിരിച്ച് പാഷനേറ്റ് ആയിട്ട് വരാതെ പിന്നെയും നമ്മൾ അതേ ജീവിതം കടന്നു പോകുക. ദൈവം എത്ര വാർണിങ്സ് നമുക്ക് തന്നിട്ടുള്ളതെന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു. അങ്ങനെ വരാതെ, അങ്ങനെ ആകാതിരിക്കാനായിട്ട് ഒരു വാർണിംഗ് ആയിട്ട് എന്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് തരുമായിരുന്നു. എനിക്ക് ഒരു സാക്ഷ്യം കൂടെ ഞാൻ പറഞ്ഞു വിടട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചേർച്ചിൽ എല്ലാ തേഴ്സ്ഡേയ്സും വൈകിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്. അവിടെ ഞാൻ കേട്ടതാ, നമ്മുടെ ഈ മേശയിൽ നിന്ന് വീഴുന്ന ക്രംസ് തിന്നുന്ന സൈറോഫിനിഷ്യൻ വുമണിനോട് കർത്താവ് പറഞ്ഞപ്പോഴ് പട്ടികൾ കഴിക്കുന്ന കാര്യം പറഞ്ഞു. പക്ഷെ അപ്പൊ അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ബൈബിൾ സ്റ്റഡി എടുത്ത സഹോദരൻ പറയുമായിരുന്നു, നമ്മൾ ആ ക്രംസ് അല്ല, മേശയിൽ നിന്ന് വീഴുന്നല്ല ദൈവം നമ്മളെ കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് മേശമേൽ വെച്ചിരിക്കുന്ന. പലപ്പോഴും എന്തെങ്കിലും ഒരു വാക്യം പെട്ടെന്ന് 1 മിനിറ്റ് കൊണ്ട് വായിച്ച് നമ്മൾ ഓടിപ്പോകുന്ന, എനിക്ക് സമയമില്ലാന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. കർത്താവിനോട് പറയുക, മകളെ അത് നിർത്ത്, ആ വചനം എനിക്ക് അനുസരിക്കാൻ ഇടയായി. കഴിഞ്ഞൊരു ദിവസം ഒരു അവധി കിട്ടിയപ്പോൾ ഇച്ചിരി സമയം കർത്താവിൻ സന്നിധിയിൽ ഇരുന്നപ്പോഴത്തേക്ക് മേശമേലുള്ള വിഭവങ്ങളാണ് ദൈവം എനിക്ക് ദൈവവചനത്തിൽ നിന്ന് തന്നത്. അത് ഞാൻ ഓർക്കുമായിരുന്നു. നമ്മൾ വചനം കേൾക്കുക മാത്രമല്ല, അത് അനുസരിക്കുകയും ആ വചനത്താൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടുകയും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യാനായിട്ട്, വചനം ധ്യാനിക്കാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ കേട്ട വചനം നമുക്ക് വാർണിംഗ്, നമുക്ക് അനുഗ്രഹമാക്കി കർത്താവ് മാറ്റി തീർക്കട്ടെ. ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ ഞങ്ങളുടെ നല്ല പിതാവേ, ഒരു പ്രഭാതം ഞങ്ങൾക്കായി തന്നു കർത്താവേ. എത്ര മനോഹരമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചനത്തിലൂടെ ഞങ്ങൾ കടന്നുപോയി കർത്താവേ. അബ്രാഹത്തിന്റെ ജീവിതത്തിലൂടെ ഞങ്ങളെ തന്നെ നോക്കിക്കാണുവാൻ ഈ അവസരം ഞങ്ങൾക്കായി ഒരുക്കി തന്ന നിന്റെ വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ.
എന്റെ ദാസിയിലൂടെ കർത്താവെ ആ അനുഗ്രഹിക്കപ്പെട്ട വചനം ഇന്ന് പ്രഭാതത്തിൽ തന്നെ ഞങ്ങൾക്ക് തന്ന് ഇന്നത്തെ ജീവിതത്തിലെ ഞങ്ങളുടെ ഓരോ സമയങ്ങളിലും ഞങ്ങൾ പുറകോട്ട് ചിന്തിച്ച് വചനം ഞങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്നും അബ്രാഹാം തന്റെ ജീവിതത്തിലൂടെ അത് കാണിച്ചു തന്ന എങ്ങനെയാണെന്നും കർത്താവെ നീ അത് ഞങ്ങൾക്ക് വ്യക്തമാക്കി തന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അതുകൊണ്ട് തന്നെയാണല്ലോ കർത്താവെ അബ്രാഹത്തെ തന്റെ സ്നേഹിതനായി കണ്ട ആ ദൈവത്തെ എപ്പോഴും മഹത്വപ്പെടുത്തിക്കൊണ്ട് തന്റെ ജീവിതത്തിലെ ഏത് ഘട്ടങ്ങളിലും ദൈവത്തോട് ചേർന്ന് നടന്ന അബ്രാഹത്തിന്റെ ജീവിതവും നഷ്ടപ്പെട്ടവരെ തേടിയെടുക്കുന്ന അബ്രാഹത്തിന്റെ ജീവിതവും തനിക്ക് ദൈവമല്ലാതെ വേറൊന്നും വേണ്ട എന്ന് എല്ലാ സമയങ്ങളിലും അത് തെളിയിച്ചു തന്ന അബ്രാഹത്തിന്റെ ജീവിതവും ഞങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരികയാണല്ലോ ചെയ്ത കർത്താവെ. നിന്റെ ആ സ്നേഹത്തിനായി നന്ദി പറയുന്നു കർത്താവെ. ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് തന്നെയാണല്ലോ കർത്താവ്. ജീവിതത്തിലെ ഓരോ സമയവും നിന്റെ തിരുമുഖത്തേക്ക് നോക്കുവാൻ കർത്താവെ നീ ഞങ്ങളെ പഠിപ്പിക്കണം കർത്താവെ. നിന്നിൽ നിന്ന് വരുന്നത് മാത്രം ഞങ്ങൾക്ക് മതി കർത്താവെ. ലോകത്തിന്റെ ഇമ്പങ്ങളോ മോഹങ്ങളോ അല്ലെങ്കിൽ അതിന്റെ പുറകെ ഉള്ള ഓട്ടോ ഞങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് ആ തിരുമുഖത്തിൽ ആ പാദപീഠത്തിൽ ഇരുന്ന് നിന്റെ തിരുമുഖത്തേക്ക് നോക്കി പഠിക്കുവാൻ, അതിൽ നിന്ന് പെറുക്കിയെടുക്കുവാൻ, ഞങ്ങൾക്ക് മേശമേൽ വെച്ചിരിക്കുന്നത് കർത്താവെ നീ എത്രമാത്രമാണെന്ന് മനസ്സിലാക്കുവാൻ, അത് ഭക്ഷിക്കുവാൻ ഓരോ ദിവസവും നീ ഞങ്ങളെ സഹായിക്കണം. നിന്റെ ദാസി കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട വചനം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഇനി അനേകരെ കർത്താവെ നേടിയെടുക്കാൻ തക്ക വിധം നിന്റെ കൃപയാലും പരിശുദ്ധാത്മാഭിഷേകത്താലും നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ചർച്ചിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അതായിത്തീരുവാൻ, നഷ്ടപ്പെട്ടവരെ തേടിയെടുക്കുവാൻ നീ ഞങ്ങളുടെ ചർച്ചിലെ കർത്താവെ ദേവദാസനെയും കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങൾ ഓരോരുത്തരും കർത്താവെ ഞങ്ങൾ കണ്ടുമുട്ടുന്നവരെയൊക്കെ നേടിയെടുക്കുന്നവരായി തീരുവാൻ, ഞങ്ങളോട് ഇടപെടുന്നവർക്ക് നിന്റെ വചനം കൊടുക്കുവാൻ തക്ക വിധം ആ വചനത്താൽ ഞങ്ങളെ നിറയ്ക്കണം കർത്താവ്. കർത്താവ് ഇതിനായി ഒരുങ്ങി ഇന്ന് കേട്ട ഈ വചനം അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. നിന്റെ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണം കർത്താവ്. പ്രാർത്ഥനയും അതിനെയും കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.